ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചുരിദാറിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ചുരിദാറിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് കട്ട് ചെയ്തിട്ട് സ്ക്വയർ നെക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത്. സ്ക്വയർ നെക്കിൻ്റെ അതേ ഇതിൽ 1.5 ഇഞ്ചിൽ ഒരു പീസ് കട്ട് ചെയ്ത് വൺ സൈഡ് അടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കഴുത്തിൻ്റെ അതേ ഇതിൽ തന്നെ കട്ട് ചെയ്തതാണ് കേട്ടോ. 1.5 ഇഞ്ച് വീതിക്ക് കഴുത്തിൻ്റെ അതേ ഇതിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് അടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ക്വയർ കഴുത്താകുമ്പോൾ ബിഗിനേഴ്സിനെല്ലാം എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സ്ക്വയർ കഴുത്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ സ്ക്വയർ കഴുത്താണ് കാണിക്കുന്നത്. അപ്പോൾ കോർണറിൻ്റെ സ്ഥലത്തെത്തിയിട്ടാകുമ്പോൾ സൂചി കുത്തിപ്പിടിച്ച് തിരിച്ചിട്ട് അടിക്കുന്നവർക്ക് അതറിയാം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. കോർണറിൻ്റെ അടുത്തെത്തിയിട്ടാകുമ്പോൾ അവിടെ സൂചി കുത്തിപ്പിടിച്ചിട്ട് തിരിച്ചടിക്കുക. അപ്പോൾ ഒന്ന് ആ കോർണറിലെല്ലാം ഒന്ന് കട്ടിട്ട് കൊടുക്കണം. എന്നാലാണ് ഇപ്പത്തേക്ക് വെച്ച തുണി ഇപ്പത്തേക്ക് പീസ് മറിച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല ലെവലാക്കിയിട്ട് കൊടുക്കുക. ഇത് പതിച്ചടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ കോർണറിൽ എത്തിയിട്ടാകുമ്പോൾ സൂചി കുത്തി പിടിച്ചിട്ട് തിരിച്ചിട്ട് അടിച്ചു കൊടുക്കുക. സ്ക്വയർ കഴുത്ത് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പം അടിച്ച് ലെവലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏത് മോഡൽ വേണമെങ്കിലും അടിക്കാമല്ലോ. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു 1/2 ഇഞ്ച് വീതിക്ക് വീണ്ടും ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എമ്മിങ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ സ്റ്റിച്ചിങ് തന്നെയാണ് ചെയ്യുന്നത്, എമ്മിങ് ചെയ്യുന്നില്ല. അപ്പോൾ ആ മറിച്ചിട്ട് കഷ്ണം അവിടെ തന്നെ നിന്നോളൂ. 2 അടിവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എമ്മിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നിന്നോളൂ. ഇനി ലെവലാക്കിയെല്ലാം കട്ട് ചെയ്തിട്ട് ആക്കി കൊടുക്കുക. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴുത്ത് കണ്ടില്ലേ, ഇത്ര പെട്ടെന്ന് ഫ്രണ്ട് ഭാഗം റെഡിയായി. ഇനി ബാക്ക് പാർട്ടാണ് റെഡിയാക്കാനുള്ളത്. ബാക്ക് പാർട്ട് എടുത്ത് അതിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് യു ഷേപ്പാണ് കേട്ടോ. അതേ ആകൃതിയിൽ ഈ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ 1.5 ഇഞ്ച് വീതിക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഈ കഴുത്താണ് ബാക്കിൽ. ഒന്നര ഇഞ്ച് വീതിക്ക് എടുത്തിട്ട് ഇതാ അതിൻ്റെ വൺ സൈഡ് അടിച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുക.
ഇതൊന്ന് കട്ടിട്ട് കൊടുക്കണം കേട്ടോ. ബാക്കിലും ഇത് ഇനി പതിച്ചടിച്ച് കൊടുക്കും. എളുപ്പത്തിന് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും കൂടി ചേർത്തിട്ടാണ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരേ ലെവലിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. രണ്ട് ഭാഗവും ചെയ്ത് കൊടുക്കുക. ഇത് വെച്ചിട്ട് കൊടുക്കുക. ബാക്ക് പാർട്ടിൻ്റെ നെക്കിന് വെച്ച പീസില്ലേ അത് മറിച്ചിട്ട് കൊടുക്കുക. അവിടെ പതിച്ചടിച്ച് കൊടുക്കുക. ഇനി ആ പീസിൻ്റെ ഹെമ്മിങ് ചെയ്യാത്തതായതുകൊണ്ട് ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്നതായതുകൊണ്ട് ഒരു സ്റ്റിച്ച് കൂടി ചെയ്യാനുണ്ട്. അതിൻ്റെ അറ്റത്തെ കൂടി ഒരു സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുത്താൽ നമുക്ക് ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ലൈനിങ് ഇല്ലാത്തതായതുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റ പീസ് വെച്ചെടുക്കുന്നത്. ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ് പറിച്ചടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നെക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. രണ്ടടി കൊടുക്കുക. സ്ലീവിന് രണ്ടടി കൊടുക്കുക. ഒരു ഭാഗത്തെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. രണ്ട് ഭാഗത്തേക്കും കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയി പോവും. എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. കണ്ടില്ലേ? സ്ലീവിന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അളവിൻ്റെ ടോപ്പ് എടുത്തിട്ട് സ്ലീവിൻ്റെ വണ്ണം അടയാളപ്പെടുത്തുക. അതിൻ്റെ സ്ലീവ് എടുത്തിട്ട് വണ്ണം അടയാളപ്പെടുത്തുക. മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് ആം ഹോളിൻ്റെ റൗണ്ട് വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരേപോലെ സ്ലീവിൻ്റെ വണ്ണം പിടിക്കാൻ പറ്റും കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അടയാളപ്പെടുത്തിയാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒന്ന് വണ്ണം പിടിച്ച് നോക്കണം. ഇല്ലെങ്കിൽ അധികമായിപ്പോൾ വണ്ണം നോക്കുക. അധികം ആവാതെ കറക്റ്റായിട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഷേപ്പിൻ്റെ അവിടെയുള്ള വണ്ണമൊക്കെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മൾ സിറ്റിൻ്റെ അവിടെയുള്ള അവിടത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സിറ്റിന് നമ്മളൊരു പോയിൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ സ്റ്റിച്ചിങ് കട്ടിങ് വീഡിയോയിൽ നോക്കിയാൽ തിരിയും കേട്ടോ. സിറ്റിൻ്റെ അവിടെ പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നതും ഒക്കെ അവർ കാണുന്നുണ്ട്. അപ്പോൾ ഇനി സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം.
ഈ സീറ്റിൻ്റെ അവിടെ എത്തിയിട്ടാകുമ്പോൾ അവിടെ നല്ല സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ടക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, അവിടത്തേക്ക് അവിടുത്തെ സീറ്റിൻ്റെ വണ്ണം കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. വൺ സൈഡ് അടിക്കുന്ന പോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പുറത്തെ സൈഡും അതേപോലെ സ്ലീവിൻ്റെ വണ്ണം പിടിപ്പിച്ച് കൊടുക്കുക. എല്ലാം കാണിച്ചാൽ ഒരുപാട് വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു ഭാഗം മാത്രം കാണിക്കുന്നത്. ഇനി നമുക്ക് സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാം. ആദ്യം വൺ സൈഡ് മടക്കി കൊടുക്കുക. സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം വൺ സൈഡ് മാത്രം മടക്കി വെക്കുക. അതിൻ്റെ അതിലേക്ക് ലെവലാക്കി കൊടുത്തിട്ടാകുമ്പോൾ പിന്നെ മടക്കിയിട്ട് വീണ്ടും നന്നായി മടക്കുക. അപ്പോൾ നല്ല ലെവലായിട്ട് നമുക്ക് അടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതെ, സീറ്റിൻ്റെ ഇവിടെ എത്തിയിട്ടാകുമ്പോൾ അവിടെ സൂചി കുത്തിപ്പിടിച്ച് തിരിച്ച് അങ്ങോട്ടേക്ക് അടിച്ചിട്ട് വേണം അപ്പുറത്തെ സൈഡും അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്ത ഭാഗത്ത് ഓപ്പണിങ് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി തിരിച്ച് വീണ്ടും സൈഡിലേക്ക് കൂടി അടിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ 2 അടിവ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒറ്റ ഒരു അടിവ് മതിയാക്കി ഒരു അടിവ് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഞാൻ 2 അടിവ് കൊടുക്കുന്നുണ്ട്, എന്നാലും നല്ല നീറ്റായിട്ട് അവിടെ കിടന്നോളൂ. ഞാൻ എപ്പോഴും 2 അടിവ് കൊടുക്കലുണ്ട് ഇവിടെ. നമ്മൾ റെഡിമെയ്ഡ് ടോപ്പിനൊക്കെ ഒറ്റ അടിവേ ഉണ്ടാവുള്ളൂ. നമ്മൾ 2 അടിവ് കൊടുത്താലേ നമ്മൾ സൈഡ് ഓപ്പണ് ഇളകിപ്പോവില്ല. അവിടുത്തെ സീറ്റിൻ്റെ അവിടെ ചിലതൊക്കെ പൊട്ടിപ്പോലെ സ്റ്റിച്ച്. ഇത് അങ്ങനെ ചെയ്താൽ സ്റ്റിച്ചൊന്നും പൊട്ടിപ്പോകാതെ നല്ല വൃത്തിയായിട്ടുണ്ടാവും. എന്നോട് എല്ലാവരും പറയും നല്ല നീറ്റായിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തത് എന്ന് പറയും. ഞാൻ എൻ്റെ ചെയ്യുന്നതിൽ 2 അടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇനി ഒരു സൈഡേ കാണിക്കുന്നുള്ളൂ. ഇനി മറ്റേ സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി താഴത്തെ താവ് ഭാഗം മടക്കി അടിച്ചു കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് വീതിക്ക് മടക്കി അടിച്ചു കൊടുക്കുക. താഴെ 1/2 ഇഞ്ച് വീതിക്ക് മടക്കി അടിച്ചു കൊടുക്കുക. അവിടെയും ഞാൻ 2 അടിവ് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചിട്ട് അവിടെയും ഞാൻ 2 അടിവ്, അതിന് ഒരടിവ് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് മടങ്ങിപ്പോവാതെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞാൻ എപ്പോഴും 2 അടിവ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഇതാ നല്ല നീറ്റായിട്ടുണ്ട് കണ്ടോ.
ഇത്ര റെഡിയായിട്ട് നല്ല ഇതായിട്ട് ആകെ 1/4 മണിക്കൂർ കൊണ്ട് ടോപ്പ് അടിച്ചിട്ട് ആയി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടോപ്പ് അടിച്ചിട്ട് ആയി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ടോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.